ഒരു അദൃശ്യമായ ചുമര് തന്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ ഒരു പെൺകുട്ടി വളരെ വൈകി ഇപ്പോൾ മനസ്സിലാക്കുന്നു. പുറത്തേക്കുള്ള ഒരു വഴി ഒരുപാട് സമയം തിരഞ്ഞു നടന്നവൾ അവസാനം തൊട്ടപ്പുറം ഒരു വയസ്സായ ദമ്പതികളെ കാണുന്നു. പക്ഷേ ആ ചുമരിന് ഇപ്പുറം നിന്നും അവൾ പറയുന്ന ഒരു വാക്ക് പോലും മറുഭാഗത്തുള്ള അവർക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. അതെ, ആ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ സ്ഥലത്തു നിന്നും ഒരടി പോലും അനങ്ങാത്തത് കണ്ട് ആ പെൺകുട്ടി ഒച്ചത്തിൽ അവരെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു മുത്തശ്ശൻ ഒരു പൈപ്പിലെ വെള്ളത്തെ നോക്കി നിൽക്കുകയും ഒരു മുത്തശ്ശി ആ മുത്തശ്ശൻ ചെയ്യുന്ന കാര്യം ഒരേ ഭാഗത്ത് നോക്കിയിരിക്കുകയുമാണ്. അങ്ങനെ ആ ഒരു വിചിത്രമായ കാഴ്ച കണ്ട് ആകെ പാനിക്കായ ഒരു പെൺകുട്ടി അവരുടെ നായ്ക്കുട്ടിയെ വിളിച്ച് മാസങ്ങളോളം സഹായത്തിനായി ആരെങ്കിലും വരുന്നതും കാത്ത് ഒരു ചെറിയ വീട്ടിൽ താമസിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം അതിരാവിലെ പുറത്തു നിന്നും ഒരു ശബ്ദം കേട്ട് അവൾ പെട്ടെന്ന് പുറത്തേക്ക് ചെന്ന് നോക്കിയാൽ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു അദൃശ്യമായ ചുമരാണെങ്കിൽ പെട്ടെന്ന് ചുരുങ്ങി ഇപ്പോൾ അവളുടെ വീടിന് മുന്നിലേക്ക് എത്തി. ഇത് കണ്ട് വളരെ ഉച്ചത്തിൽ കരഞ്ഞവൾ പെട്ടെന്ന് അവളുടെ സ്വപ്നത്തിൽ നിന്നും എഴുന്നേൽക്കുകയാണ്. ശേഷം വേഗം അവൾ ആ ഒരു വീടിന്റെ മുൻഭാഗം ചെക്ക് ചെയ്തു. ഭാഗ്യത്തിന് അവിടെ ഒരു ചുമര് എത്തിയിട്ടില്ല. അങ്ങനെ ആ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഇപ്പോഴും അവർ ചെയ്യുന്ന കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നു. കാരണം അവൾ ഇപ്പോൾ അവളുടെ കാർ എടുത്ത് ആ ഒരു വാള് തകർക്കാൻ നോക്കുകയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ആ ഒരു ചുമരിന് ആ ഒരു ഇടിയിൽ ഒരു പോറല് പോലും ഏറ്റിട്ടില്ല. അങ്ങനെ ആ ഒരു കാട്ടിൽ കുടുങ്ങി 100 ദിവസത്തിന് ശേഷം മഴയുള്ള ദിവസം പുറത്തു നിന്നും അവൾ വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നു. ഭയന്ന് വരച്ചവൾ പതിയെ പുറത്തേക്ക് ചെന്നു നനഞ്ഞു കുളിച്ച് അവിടെ ഒരു ചെറിയ പൂച്ചക്കുട്ടിയുണ്ട്. അങ്ങനെ അതിനെ രക്ഷിച്ച് അകത്തേക്ക് കൊണ്ടുവന്ന ഒരു പെൺകുട്ടി അവിടെ നിന്നും കണ്ടെത്തിയ ഒരു പശുവിനെ സ്വന്തം കുടുംബത്തെ പോലെ നോക്കി വളർത്താൻ ആരംഭിച്ചു. ശേഷം അവിടുത്തെ ഭക്ഷണത്തിന്റെ ലഭ്യത കുറവായത് കാരണം പതിയെ സർവൈവ് ചെയ്യാൻ അവൾ പല വഴികളും സ്വന്തം കണ്ടെത്തുകയുമാണ്. അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം അവൾ ഇപ്പോൾ അവളുടെ കൂടെയുള്ള ആ ഒരു കൂട്ടം ജീവികളോടൊപ്പം തന്റെ ജീവിതം ഇപ്പോൾ അവിടെ തന്നെ ജീവിച്ചു തീർക്കുകയാണ്.